വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഇന്ന് ജൂലൈ 18. കേരളത്തിൻ്റെ സ്വന്തം പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ കുഞ്ഞുകുഞ്ഞ് യാത്രയായിട്ട് ഇന്നേക്ക് ഒരു വർഷമായി. കേരളക്കരയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗത്തിനാണ് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാകുന്നത്. ആൾക്കൂട്ടത്തെ തനിച്ചാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി സാർ ഓർമ്മയായിട്ട് ഇന്നേക്കൊരു വർഷം തികയാണ്. പ്രിയപ്പെട്ട നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേർപാടിന്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണിന്നും ഉമ്മൻചാണ്ടി. വിട്ടുപോയൊരു കരുതലിന്റെ കൈത്തലമാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. ഹൃദയം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ കണ്ണി ചേർന്ന് രാവും പകലുമായി നൽകിയ വിടപറച്ചിലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല. പകരം ഒരാളില്ലെന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കി വെക്കുന്ന വിടവ്. പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. ജനസമ്പർക്കം കൊണ്ട് തന്നെ ജനകീയത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എന്തിനും മാനദണ്ഡം. ആൾക്കൂട്ടമില്ലാതൊരു ഉമ്മൻചാണ്ടിയെ ആരും കണ്ടു കാണില്ല. കയ്യകലത്ത് നിന്ന് കാര്യം കാണാം, ചെവി അരികത്ത് വന്ന് ദുരിതം പറയാം. കേൾക്കാനും പറയാനും കാണാനും കരുതാനും ഒരു നേതാവില്ലാതെ നേരം പുലരുന്ന ദിനമാണ് ജൂലൈ 18. നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അനുയായികളില്ലാത്തൊരു വാർഡ് പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചു: ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്ന്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരാണ്ട് തികയാണ്. ഏറെ വേദനിപ്പിച്ച വേർപാടിന്റെ ഓർമ്മയിലാണ് രാഷ്ട്രീയ കേരളം. സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായി നിരവധി അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം മുന്നിൽ നിറഞ്ഞ ശൂന്യതയായിരുന്നുവെന്നാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പറയുന്നത്. ആൾക്കൂട്ടവും ആൾക്കൂട്ടത്തിന്റെ നേതാവായ കുടുംബനാഥനില്ലാത്തതിന്റെ സങ്കടങ്ങളാണ് ഭാര്യ മറിയാമ്മയും മക്കളായ മറിയയും മകൻ ചാണ്ടി ഉമ്മനും ഇന്ന് പങ്കുവച്ചിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളായിട്ട് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നുണ്ട്. ജൂലൈ 18 ഉമ്മൻചാണ്ടി അനുസ്മരണ വാരാചരണം ആരംഭിക്കുമെന്ന് DCC പ്രസിഡന്റ് പാലോട് രവിയും അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെ 1546 വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യം പദ്ധതി നടപ്പിലാക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പരിപാടികൾ ഇന്ന് കേരളത്തില് 14 ജില്ലകളിലും കോൺഗ്രസ് പ്രവർത്തകര് ഞങ്ങളുടെ നേതാവിന്റെ വിയോഗ ദിവസമായ ഇന്ന് നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ കേരളത്തിന്റെ മഹത്തായ ഒരു വ്യക്തി ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അത് ആ രാഷ്ട്രീയ നേതാവ് ഈ കേരളത്തോട് വിട പറഞ്ഞപ്പോ സങ്കടപ്പെടാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. കാരണം അത്രക്കും കേരളത്തിന് പ്രിയപ്പെട്ട ഒരാളായിരുന്നു കേരളത്തിന്റെ സ്വന്തം കുഞ്ഞുഞ്ഞ്, പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞ്. ഇന്ന് അദ്ദേഹം വിട പറഞ്ഞിട്ട് ഒരു വർഷക്കാലം തികയാണ്. ഒരുപാട് അസുഖബാധിതനായിരുന്നു ഉമ്മൻചാണ്ടി സാർ അവസാന നാളുകളിൽ. പിന്നീടാണ് ഈ ഒരു ജൂലൈ 18 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇങ്ങനെ ഒരു നേതാവ് ഇനി കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. അത്രക്കും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്. ജനസമ്പർക്ക പരിപാടിയിൽ നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു മുഖ്യമന്ത്രി. അതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.